CPM ആയാലും CPI ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആയാലും ഒരു വിഷയമുണ്ടായാൽ ആ തെറ്റ് ചെയ്യുന്നവരെ തള്ളിപ്പറയുന്ന ഒരു സമീപനം എടുക്കണം. അല്ലെങ്കിൽ വിഴുപ്പുകളെ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോണവരും അഴുക്ക് ആകും. അപ്പോൾ അത് പറയാറുണ്ട്, ഒരു നാടൻ ചൊല്ല് പറയാറുണ്ട്. വേണ്ട, ഞാൻ ഇവിടെ ഒരു ലാംഗ്വേജ് വെച്ച് പറയുന്നില്ല. ഒരു നല്ല രസകരമായൊരു നാടൻ ചൊല്ലുണ്ട്. ആരെയോ ചുമന്നാൽ അവനും നാറും എന്നാണ് എൻ്റെ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്തോണം. ആരെയോ ചുമന്നാൽ ചുമക്കുന്നവനും നാറും എന്നാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്കെതിരെ നടപടി ഉണ്ടാകണം. അവരെ പുറത്താക്കുക, അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുക, അങ്ങനെ നടപടികൾ ഉണ്ടാവണം. പിന്നെ കോടതി പോയി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് വേറെ. ഇതിനെല്ലാം കാണുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. മറ്റല്ലാതെ എന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഒരു കാരണവശാലും എടുക്കരുത്. ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കുറേശ്ശെ തെളിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഇനി കോടതിയാണ് പറയേണ്ടത്. എന്നാലും കുറേ കേസും വഴക്കൊക്കെ വന്നപ്പോൾ ആദ്യം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് കളഞ്ഞു, MLA സ്ഥാനത്ത് നിന്ന് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആ പൊസിഷൻ കളഞ്ഞു. ഇപ്പോൾ തോറ്റും പോയി, മത്സരിക്കാൻ സീറ്റും കിട്ടിയില്ല. അപ്പോൾ അതൊരു ലെസണാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ പാർട്ടികളിലും ഇതുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് കയറിയാൽ വല്ലാതെ ന്യായീകരിക്കും. തല പണയം വെച്ചുള്ള ന്യായീകരണമാണ്. അതല്ല വേണ്ടത്, ഇൻറ്റേർണലായ സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റേർണൽ സൊല്യൂഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡെമോക്രസി അതിനകത്ത് വർക്കൗട്ട് ചെയ്യണം. ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള ഇത് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കാണുന്ന ആളുകൾ ഇവനാരാ CPM-നെ നന്നാക്കാൻ, നമ്മൾ CPM-നെ ഉപദേശിക്കാനും ഞാൻ ആരുമല്ല. നന്നാക്കാനും എന്നെ കൊണ്ട് വിചാരിച്ചാലൊന്നും പറ്റുന്നില്ല, നശിപ്പിക്കാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. CPM പോലുള്ളൊരു പാർട്ടി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടി എല്ലാ തെറ്റിനെയും ന്യായീകരിക്കുകയും പിന്നെ അത് ശരിയാക്കി എടുക്കുകയും തെറ്റ് ചെയ്യുന്നവരെ അകത്ത് നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു തെറ്റ് ചെയ്തവനെ രക്ഷിച്ചെടുത്ത് അകത്ത് നിർത്തി നന്നാക്കി എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ 100 തെറ്റ് ചെയ്യാത്ത ആളുകൾ പുറത്തു പോകും. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു അവിഹിതക്കാരനെ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു ഷെഡി ക്യാരക്ടറെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്ത് പാർട്ടി അതിനകത്ത് കണ്ണടച്ച് പോയാൽ 100 കണക്കിന് പുതിയ ആളുകൾ വരികയുമില്ല, 100 കണക്കിന് പേർ വിട്ടു പോവുകയും ചെയ്യും. ഇതൊരു വളരെ വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ വിഴുപ്പലക്കുന്നവർ വിഴുപ്പ് ചുമക്കാൻ ഒന്നും നിങ്ങളാരും പോകണ്ട. കേസിൻ്റെ വഴിക്ക് പോകട്ടെ. തെറ്റിൻ്റെ മാർഗത്തിലൂടെ തെറ്റുകൊണ്ട് തിരുത്താൻ പറ്റില്ല. 1000 വട്ടം ന്യായീകരിച്ചത് കൊണ്ട് തെറ്റ് ശരിയാവുകയുമില്ല. പലവട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ പിന്നെ അത് ശരിയാവുന്ന വിഷയമില്ല. തെറ്റ് തന്നെയാണ്, ശരി മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായും ഈ വിഴുപ്പലക്കലും പരിപാടികളൊക്കെ മതിയാക്കി കൃത്യമായ പ്രശ്നങ്ങളുടെ ഇടപെട്ടുകൊണ്ട് ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവരെ മാറ്റി നിർത്തി, പാർട്ടിയിൽ ഏതെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തണം. മുഹമ്മദ് റിയാസിനെ അടക്കം മാറ്റി നിർത്തേണ്ട സമയമായി. മാറ്റി നിർത്തി അതിൻ്റെ തീരുമാനമെടുത്ത് കോടതി അവരെ വെറുതെ വിടുകയാണെങ്കിൽ വീണ്ടും പൊസിഷൻ കൊടുക്കാം. അല്ലാതെ അകത്ത് നിർത്തി എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്ന് ചിന്തിച്ചാൽ അകത്ത് നിർത്താനും പറ്റും, ചിലപ്പോൾ രക്ഷിച്ചെടുക്കാനും പറ്റും. പക്ഷെ പിറക്കെ തിരിഞ്ഞ് നോക്കുമ്പോൾ കൂടെ ആളുകൾ ഉണ്ടാകണമെന്നില്ല. ബാലറ്റ് പേപ്പറിൽ അവർ മാറ്റി കുത്തുകയും ചെയ്യും. ഇത് CPM-നൊരു അനുഭവമായിട്ട് തന്നെ വന്നല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന്, അതിനുമുമ്പുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്, അസംബ്ലി തെരഞ്ഞെടുപ്പ് 4 സെറ്റ് തെരഞ്ഞെടുപ്പിനും CPM വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. 21-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ വില കൊടുക്കേണ്ടി വന്നു. CPM പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ വേണ്ടി വില കൊടുക്കേണ്ടി വന്നു, ലോകസഭയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു, നിയമസഭയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് കൃത്യമായി വിഴുപ്പുകളുടെ ഫാണ്ടം പേറണ്ട. ആരെങ്കിലും വിഴുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കറക്റ്റ് ചെയ്ത് അവരെ പുറത്ത് കളയുന്ന രീതിയിലേക്ക് മാറി ചിന്തിക്കണം. കാരണം പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല എന്നുള്ള പാഠം തിരിച്ച് എന്ന് പിടിക്കുമോ അന്ന് CPM-ന് വലിയ ഭാവിയുണ്ട്. ഭാവി പ്രവചിക്കാനും ഞാനും ആരുമല്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ, നിരവധി വർഷം അധികാരത്തിലിരുന്നൊരു മുന്നണിയുടെ തലവൻ പാർട്ടി എന്നുള്ള നിലയിലൊക്കെ നമ്മുടെ കൺസേണും നമ്മുടെ കൺസിഡറേഷനുമാണ് പറയുന്നത്. കൃത്യമായും നിങ്ങൾ രാഷ്ട്രീയമായ ചേരിതിരിവുകൾക്കപ്പുറം സംശുദ്ധമായൊരു രാഷ്ട്രീയത്തിൻ്റെ ചില്ലുകൾ നിങ്ങൾ പകർന്നില്ലെങ്കിൽ, അതിൻ്റെ പാഠങ്ങൾ പകർന്നില്ലെങ്കിൽ ജനം മറ്റ് വഴി തേടിപ്പോവും. വെള്ളം പോലെയാണ് മാസ് എന്ന് പറയുന്നത്, മോബ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയാണ്. അത് ചാൻസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഒഴുകും. പിന്നെ അതുവഴി ചിലപ്പോൾ അത് പ്രളയം ഉണ്ടാക്കും, ചിലപ്പോൾ ഉരുൾപൊട്ടലുണ്ടാക്കും, ചിലപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ പ്രകടനങ്ങളെല്ലാം ഉണ്ടാക്കും. എന്ന് പറഞ്ഞ പോലെ മാസിൻ്റെ സൈക്കോളജി, മാസിൻ്റെ മൊബിലിറ്റിയും മാസിൻ്റെ ഒരു രീതികളൊക്കെ വ്യത്യസ്തമാണ്. അവരങ്ങനെ ഒരു പാർട്ടിയിൽ തന്നെ വിശ്വസിച്ച് കൽപ്പാന്തകാലം ജീവിക്കത്തൊന്നുമില്ല. കാലാനുസൃതമായി അവർ മാറും. മാറുമ്പോൾ കാലത്തിനനുസരിച്ച് മാറാൻ പാർട്ടിക്കും കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ കാലത്തിൻ്റെ പിറകെ പോകേണ്ടി വരും. മുമ്പേ മറ്റു പാർട്ടികൾ പോയെന്നിരിക്കും.